കുവൈറ്റിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടുത്ത ദുരന്തമാണ് ഉണ്ടായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ പ്രവർത്തിച്ചതുകൊണ്ട് ആണ് ദുരന്തം ഇത്ര രൂക്ഷമാകാൻ കാരണമെന്നാണ് വിവരം. ഐഷത്തുൽ ഷംന ചേരുന്നു വിശദാംശങ്ങളുമായി. ഷംന, ഇതെങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്, എങ്ങനെയാണ് തീ പടർന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതുവരെയും കൃത്യമായൊരു വിവരം പുറത്തു വന്നിട്ടില്ല. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും അപകടത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു വ്യക്തത ഇപ്പോഴും എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്ന കാര്യത്തിൽ വന്നിട്ടില്ല. എങ്കിലും ഇതാണ് ആ കെട്ടിടത്തിലെ ബേസ്മെന്റ് നില. ഇവിടെയാണ് തീ പടർന്നത്. ഇവിടുത്തെ സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിൽ കുക്ക് ചെയ്യുന്ന ഏരിയയിലാണ് തീ പടർന്നത് ആദ്യമെന്നാണ് കരുതപ്പെടുന്നത്. ഈ ഒരു മേഖലയിലാണ് തീ ആദ്യം പടർന്നത്. പിന്നീട് അത് അങ്ങോട്ട് വ്യാപിച്ച് ഈ ബേസ്മെന്റ് നില ഒന്നാകെ തീ വ്യാപിക്കുകയായിരുന്നു. അതിനുശേഷം മുകൾ നിലയിലേക്ക് തീ പൊങ്ങുകയായിരുന്നു. ഇവിടെ ചെറിയ ഗ്യാസ് കുറ്റികൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ഗ്യാസ് കുറ്റികളിലേക്ക് തീ ആളി പടരുകയും പിന്നീട് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ അവിടെ താമസിച്ചിരുന്ന തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടി നിരവധി ചെറിയ ഗ്യാസ് കുറ്റികൾ ഉണ്ടായിരുന്നു. അതിലോട്ടാണ് തീ പടർന്നത്. അതാണ് വലിയൊരു ദുരന്തത്തിലേക്ക് മാറിയത്. പിന്നീട് ഈ കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് വലിയ രീതിയിൽ പുക ഉയരുകയും തീ ആളി പടരുകയുമായിരുന്നു. കുറച്ചും കൂടി കൃത്യമായി നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകും. മുകൾ നിലയിലേക്ക് വരെ ഈ പുക ഭയങ്കരമായിട്ട് ഉയർന്നു പൊങ്ങി. ഈ പുക ശ്വസിച്ചാണ് അധിക പേരും മരണപ്പെട്ടത്. അവർക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായി. ആ ഒരു ഇത്തരത്തിൽ വളരെ കാഠിന്യത്തോടെ ആ പുക അടിച്ചു കയറി. അങ്ങനെയാണ് അവർ മരണപ്പെട്ടത്. പലരും ഈ പുക ഉയർന്നതോടുകൂടി മുകൾ നിലയിൽ നിന്നും എടുത്തു ചാടി അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിൽ ഗുരുതരമായി പരിക്കേറ്റാണ് പലരും ഇപ്പോൾ ഉള്ളത്. ഇത് അപകട സമയത്തുള്ള ചിത്രങ്ങളാണ്. ഇതിൽ നോക്കിയാൽ കാണാം, കൃത്യമായി വളരെ ശക്തിയായിട്ടാണ് ആ പുക ഉയർന്നു പൊങ്ങുന്നത്. മുകൾ നിലയിലേക്ക് വരെ ഉയർന്നു പൊങ്ങി. അങ്ങനെയാണ് ഈ അപകടത്തിന്റെ തീവ്രത, കാഠിന്യം കൂടിയത്. ശരി, ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. വിവാഹത്തിനായി